Good morning. In this video, we will be discussing about divergence theorem. It is a very important theorem. University question ആണ് state ചെയ്യാൻ ചോദിക്കാം. Also verify divergence theorem for the field. So, the main part is this is a statement. So main ആയിട്ട് you have to memorize this particular expression. ഈ ഒരു expression ആണ് main part. You have to remember this. Okay, double integral over s f dot n cap ds sigma is equal to triple integral lambda dot f dv. Okay, you have to memorize all the four important theorems: Stokes theorem, Green's theorത്തിന്റെ രണ്ട് തിയറം, ഡൈവർജൻസ് തിയറം. ഈ നാല് തിയറവും നിങ്ങൾ മസ്റ്റ് ആയിട്ടും പഠിച്ചുകൊണ്ട് വേണം ചെയ്യാൻ. എങ്ങനെ വെരിഫൈ ചെയ്യും? യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. So let us see our first example. Verify divergence theorem for the field f bar is equal to xi cap plus yj cap over the sphere x square plus y square plus z square equal to a square. So if you have to divergence theorem നമുക്ക് ഫൈൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ടേംസ് എഫ് എന്താണെന്ന് അറിയണം. യു മസ്റ്റ് നോ വാട്ട് ഈസ് എഫ് ഡോട്ട് എൻ ഗ്യാപ്പ് എന്താണെന്ന് അറിയണം. അതേപോലെ തന്നെ nabla dot f bar. Okay, so first you have to identify f bar. F bar എന്ന് പറഞ്ഞാൽ this is f bar equal to xi cap plus yj cap plus zk cap. ഇനി n cap വേണം. Only then you can do the dot product. So unit normal vector find ചെയ്യണമെങ്കിൽ our formula is n cap is equal to nabla f by magnitude of nabla f. This is the formula to find n cap. Okay, അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു ഫോർമുല അപ്ലൈ ചെയ്യണമെങ്കിൽ സ്മോൾ എഫ് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. സ്മോൾ എഫ് എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് തന്നിരിക്കുന്ന സർഫസിൽ ദിസ് ഇസ് സി. അപ്പോൾ എഫ് ഓഫ് എക്സ് വൈ സെഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾവേസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ. സോ ദിസ് ഈസ് അവർ എഫ് എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ. സോ ഇത്രയും കാര്യങ്ങൾ അറിയാൻ ബേസിക്കായിട്ട് അത് അറിഞ്ഞിരിക്കണം. So first let us find n cap. Okay, and f bar already തന്നിട്ടുണ്ട്. You have to find n cap. N cap is outward normal. Outward normal എന്ന് പറഞ്ഞാൽ nothing. It is a unit normal only. Outward normal and inward normal എന്ന് പറയും. Outward normal എന്ന് പറയുമ്പോൾ ഇപ്പോഴും ഈ ഒരു ഫോർമുലയ്ക്കകത്ത് പ്ലസ് സൈൻ ആയിരിക്കും. ഇൻവേർഡ് നോർമൽ ചോദിക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് നെഗറ്റീവ് സൈൻ, മൈനസ് സൈൻ ആയിരിക്കും. സോ ഡെൽ എഫ് എന്ന് പറയുമ്പോൾ എന്താണ്? ഗ്രേഡിയൻറ്റ് ഓഫ് എഫ്. Dou f by dou x I cap plus dou f by dou y j cap plus dou f by dou z k cap. ഇനി അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ആണ് താഴെ. മാഗ്നിറ്റ്യൂഡ് ഓഫ് ദിസ് വിൽ ബി റൂട്ട് ഓഫ് കൊഫീഷ്യൻ സ്ക്വയർ പ്ലസ് സം ചെയ്ത്. ഓക്കെ, അതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം യൂണിറ്റ് നോർമൽ വെക്ടർ കിട്ടി എൻ ക്യാപ്. സോ യു ഹാവ് ഫൗണ്ട് എൻ ക്യാപ്. നൗ യു ഹാവ് ടു ഒബ്റ്റെയിൻ എൻ ക്യാപ് ഡോട്ട് എഫ് ബാർ ഡോട്ട് എൻ ക്യാപ് ഫൈൻഡ് ചെയ്യണം. So f bar dot n എന്ന് പറയുന്നത് f bar നമുക്ക് ഓൾറെഡി അറിയാം, ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യാം. ദിസ് ഈസ് അവർ f bar dot n cap എന്ന് പറഞ്ഞ ഇത്, റൈറ്റ്? സോ യു ഹാവ് ടു ഫൈൻഡ് ദ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കണം. ഐ ക്യാപ് ജെ ക്യാപ് കെ ക്യാപ്പിൻ്റെ കൊഫീഷ്യൻസ് മൾട്ടിപ്ലൈ ചെയ്യുക, ഇടയ്ക്ക് സം ചെയ്യുക. സോ യു വിൽ ബി ഗെറ്റിംഗ് ദിസ് പെർട്ടിക്കുലർ വാല്യൂ. ദിസ് ഈസ് അവർ എഫ് ബാർ ഡോട്ട് എൻ ക്യാപ്. അപ്പോൾ ആ ലെഫ്റ്റ് സൈഡിൽ ഇൻ്റഗ്രൻറ്റ് നമ്മൾ ഫൈൻഡ് ചെയ്തു. ഇനിയും സോ എഫ് ബാർ ഡോട്ട് എൻ ക്യാപ് എന്ന് പറയുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ബൈ എ എന്ന് കിട്ടും. ആൻഡ് വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് മാക്സിമം നമ്മൾ അതിനെ സിംപ്ലിഫൈ ചെയ്യണം. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഫ്രം ദ ക്വസ്റ്റ്യൻ വി നോ ദിസ് ഇസ് എ സ്ക്വയർ. സോ ഇവിടെ എ സ്ക്വയർ ബൈ എ എന്ന് പുട്ട് ചെയ്യും. യു വിൽ ബി ഗെറ്റിംഗ് എ. നൗ ആദ്യം ലെഫ്റ്റ് സൈഡ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം. ഡബിൾ ഇൻ്റഗ്രൽ ഓർ ആർ f bar dot n cap d sigma find ചെയ്യാം. So this is equal to the f bar dot n cap എന്ന് പറഞ്ഞാൽ we know that is a ആണ്, d sigma, and a is a constant. You can take a outside. A into double integral over s d sigma. Okay, so we can see that this is equal to a into double integral over
ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ഡി സിഗ്മ എന്ന് പറയുമ്പോൾ ഓവർ എസ് എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് ഓൾവേസ് സർഫസ് ഏരിയ ഓഫ് ദ സ്ഫിയർ ആണ്. സിഗ്മ നമുക്കറിയാം, ഇവിടെ സിഗ്മ എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എസ് ഇസ് അവർ സ്ഫിയർ, റൈറ്റ്? അപ്പോൾ ഡബിൾ ഇൻ്റഗ്രൽ ഓവർ എസ് ഡി സിഗ്മ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് സർഫസ് ഏരിയ ഓഫ് എ സ്ഫിയർ. ഓക്കെ, ട്രിപ്പിൾ ഇൻ്റഗ്രൽ ആണെങ്കിൽ ദാറ്റ് ഇസ് വോളിയം ഓഫ് എ sphere. Double integration is surface area of the sphere. So we know what is the equation of a sphere in the surface area എന്ന് പറയുമ്പോൾ 4 pi r square. R radius ആണ്, ഇവിടെ r എന്താണ്? a ആണ്. So 4a into 4 pi a square. This is equal to 4 pi into a cube. So ഇതാണ് നമ്മുടെ ലെഫ്റ്റ് സൈഡ്. ഇനി നമുക്ക് റൈറ്റ് സൈഡ് ഇവാലുവേറ്റ് ചെയ്യാം. So right side we have to find the divergence integral. Divergence integral evaluate ചെയ്യണം. Divergence integral എന്ന് പറയുമ്പോൾ ആദ്യം integrand evaluate ചെയ്യാം. Nabla dot f bar. F bar അറിയാം. So nabla dot f bar എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ that is our divergence, right? Divergence of f bar. This is equal to nabla എന്ന് പറഞ്ഞാൽ dou by dou x I cap, dou by dou y j cap, dou by dou z k cap dot. This is our f bar. എക്സ് ഐ ക്യാപ് പ്ലസ് വൈ ജെ ക്യാപ് പ്ലസ് ഇസഡ് കെ ക്യാപ്. ഇനി ഐ ക്യാപ് ജെ ക്യാപ് കെ ക്യാപ് എന്ന് പറയുമ്പം നമ്മൾ കൊഫീഷ്യൻസ് ഡോട്ട് പ്രൊഡക്റ്റ് അല്ലേ, ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കൊഫീഷ്യൻസ് മൾട്ടിപ്ലൈ ചെയ്യുക, ഇടയ്ക്ക് ആഡ് ചെയ്യുക. ഓക്കെ, സോ ഡോ എക്സ് ബൈ ഡോ എക്സ് ഈസ് 1 പ്ലസ് ഡോ വൈ ബൈ ഡോ വൈ ഈസ് 1 പ്ലസ് ഡോ ഇസഡ് ബൈ ഡോ ഇസഡ് ഈസ് 1. So 1 plus 1 plus 1 is equal to 3 എന്ന് കിട്ടി. ഇനി ഇതിൻ്റെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ ട്രിപ്പിൾ ഇൻറ്റഗ്രൽ ഓഫ് നാബ്ല ഡോട്ട് എഫ് ഡി വി. ഓക്കെ, സോ ട്രിപ്പിൾ ഇൻറ്റഗ്രൽ ഓവർ ഡി. ഡി എന്താണ് ഇവിടെ? ഡി എന്ന് പറയുമ്പോൾ 3 ഇൻറ്റു ഡി വി. സോ ഇവിടെ ഡി എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് എ സ്ഫിയർ, വി നോ. ദിസ് ഇസ് ഈക്വൽ ടു 3 വെളിയിലെടുത്തു. ട്രിപ്പിൾ ഇൻറ്റഗ്രൽ ഡി വി എന്ന് കിടക്കുവാണെങ്കിൽ ദാറ്റ് ഇസ് വോളിയം ഓഫ് ദ സ്ഫിയർ. 3 ഇൻറ്റു വോളിയം ഓഫ് ദ സ്ഫിയർ 4 by 3 pi r square pi r cube. So 4 by 3 pi r cube, ഇവിടെ ആറിന് പകരം a ആണ്. 3 into 4 by 3 pi a cube. This is equal to 4 pi a cube. So we get that left side and right side of the divergence theorem is satisfied. So it satisfies the divergence theorem. So next question. If vector A is equal to 2xi xy I cap plus y z square j cap plus xz k cap and S is rectangular parallelepiped bounded by x equal to 0, y equal to 0, z equal to 0, x equal to y equal to 1, z equal to 3. So നമുക്കിവിടെ കാണാവുന്ന കാര്യമാണ്, ഇവിടെ എക്സിൻ്റെയും വൈയുടെയും ഇസഡിൻ്റെ ലിമിറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. അതായത് x is from 0 to 2, y is from 0 to 1, അതേപോലെ z is from 0 to 3. Okay, ഈ ലിമിറ്റ്സ് തന്നിട്ടുണ്ട്, and we have to use these limits somewhere. Okay, and evaluate double integral over s a dot n cap d sigma. അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്കറിയാം ദിസ് ഇസ് ദ ലെഫ്റ്റ് സൈഡ്. നമ്മൾ ഡൈവേർജൻസ് തിയറത്തിൻ്റെ ലെഫ്റ്റ് സൈഡാണ്. ഡൈവേർജൻസ് തിയറത്തിൻ്റെ അകത്ത് എഫ് ബാറിന് പകരം ഇവിടെ തന്നിരിക്കുന്നത് എ ആണ്, ക്യാപിറ്റൽ എ. ഓക്കെ, അപ്പോൾ യു ഹാവ് ടു യൂസ് ദ ഡൈവേർജൻസ് തിയറം ഹിയർ. So we know by Gauss divergence theorem, we know double integral of this is equal to, this is the Gauss divergence theorem. Okay, അപ്പം നമുക്ക് ലെഫ്റ്റ് സൈഡ് ഇവാലുവേറ്റ് ചെയ്യാൻ നമുക്ക് റൈറ്റ് സൈഡ് ഇവാലുവേറ്റ് ചെയ്താൽ മതി. ഓൾറെഡി നമുക്ക് എക്സ് വൈ സെഡിൻ്റെ ലിമിറ്റ് അറിയാം. സോ ഇറ്റ് ഈസ് ഈസി ഫോർ അസ് ടു ഫൈൻഡ് ദ റൈറ്റ് സൈഡ്. എ അറിയാം, അപ്പം നാബ്ല ഡോട്ട് എ ഫൈൻഡ് ചെയ്യാം. ദറ്റ് ഇസ് ഡൈവേർജൻസ്. നാബ്ല ഡോട്ട് എ ഈസ് ഈക്വൽ ടു ഡൈവേർജൻസ് ഓഫ് എ ഈസ് ഈക്വൽ ടു ഡോ ബൈ ഡോ എക്സ് ഐ ക്യാപ് ഡോ പ്ലസ് ഡോ ബൈ ഡോ വൈ ജെ ക്യാപ് പ്ലസ് ഡോ ബൈ ഡോ ഇസഡ് കെ ക്യാപ് ഡോട്ട് എ എന്ന് പറയുമ്പോൾ ഇതാണ്. ഓക്കെ, സോ ഡൈവേർജൻസ് ഫൈൻഡ് ചെയ്യുക. You will be getting, this is the divergence. ഇതാണ് നമ്മുടെ ഡൈവർജൻസ്. ഓക്കെ, നൗ അവർ ഗോസ് ഡൈവർജൻസ് തിയറം സ്റ്റേറ്റ്സ് ദാറ്റ് ദിസ് ഈസ് ഈക്വൽ ടു ദിസ്. അപ്പോൾ ഈ ഒരു ലെഫ്റ്റ് സൈഡ് ഫൈൻഡ് ചെയ്യാനായിട്ട് ഇറ്റ് ഈസ് സഫീഷ്യൻറ്റ് ഫോർ us ടു ഫൈൻഡ് ദിസ് ട്രിപ്പിൾ ഇൻറ്റഗ്രൽ. എക്സ് വൈ സെഡിൻ്റെ ലിമിറ്റ് ഓൾറെഡി അറിയാം. അപ്പോൾ ഡി എക്സ് ഡി വൈ ഡി സെഡ് എടുക്കുകയാണെങ്കിൽ വട്ട് ഈസ് നാബ്ല ഡോട്ട് എ? നമ്മുടെ ഡൈവർജൻസ് 2y പ്ലസ് ഇസഡ് സ്ക്വയർ പ്ലസ് എക്സ് ആണ്. In limits from 0 to 1,
0 to 0 to 2, 0 to 1, z to 0 to 3. ഈ ലിമിറ്റ്സ് നമ്മൾ പുട്ട് ചെയ്തു. ഇനി അത് നമ്മൾ ഇൻറ്റിഗ്രേറ്റ് ചെയ്യുക. ആദ്യം വിത്ത് റെസ്പെക്ട് എക്സ് ഇൻറ്റിഗ്രേറ്റ് ചെയ്യുക. ഇവാലുവേറ്റ് ലിമിറ്റ് ഫ്രം 0 to 2 പുട്ട് ചെയ്യുക. ദെൻ വിത്ത് റെസ്പെക്ട് ടു വൈ ഇവാലുവേറ്റ് ഇൻറ്റിഗ്രേറ്റ് ചെയ്യുക. എക്സ് റെസ്പെക്ട് ടു വൈ ഇൻറ്റിഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇസഡിനെ കോൺസ്റ്റൻ്റ് ആയിട്ട് അസ്യൂം ചെയ്യണം. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും പുട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. അത് കഴിഞ്ഞ് യു വിൽ ബി ഇവാലുവേറ്റ് ഇൻറ്റിഗ്രേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു ഇസഡ്. 4ൻ്റെ ഇൻറ്റിഗ്രേഷൻ 4z, ഇസഡ് സ്ക്വയറിൻ്റെ ഇൻറ്റിഗ്രേഷൻ 2z³ 3. സോ 0 to 3 ലിമിറ്റ് എല്ലാം പുട്ട് ചെയ്ത് കഴിഞ്ഞ് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് 30. ദെൻ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കത്തുള്ളൂ ഡൈവേർജൻസ് തിയറത്തിൽ. പിന്നെ മെയിനായിട്ട് നിങ്ങൾ അപ്പം ഈ ഒരു കംപ്ലീറ്റ് മോഡ്യൂളിനകത്ത് മെയിനായിട്ട് ഓർത്തിരിക്കേണ്ടത് നോർമൽ ഫോം ഓഫ് ഗ്രീൻസ് തിയറം. ഈ ഇൻറ്റഗ്രൽ മസ്റ്റായിട്ടും ഇതൊക്കെ എഴുതി പഠിക്കുക. നോർമൽ ഫോം ഓഫ് ഗ്രീൻസ് തിയറം, ഡൈവേർജൻസ് തിയറം, ടാൻജൻഷ്യൽ ഫോം ഓഫ് ഗ്രീൻസ് തിയറം, സ്റ്റോക്സ് തിയറം. വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഈ 4 തിയറം. ഇത് വെരിഫൈ ചെയ്യാൻ ചോദിക്കും. എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. സോ കെയർഫുള്ളി പഠിക്കുക. ഇതിൽ ഈ 4 തിയറത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് വിളിച്ച് ക്ലിയർ ചെയ്തിട്ട് എക്സാമിന് പോകാൻ പാടും.